ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നിങ്ങളുടെ മധ്യ ഒരു സാക്ഷിയായിരിക്കാൻ ദൈവം തന്ന കൃപയോർത്ത് ഞാൻ നന്ദി കരയറ്റുന്നു. നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ദൈവം എനിക്ക് ചെയ്തതായിട്ടൊരു അത്ഭുതമാണ്. ഇവിടെ ബൈബിൾ ക്ലാസ്സിൽ കടന്നു വന്നുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിയാണ്. എൻ്റെ അസുഖം എന്ന് പറയുന്നത് SLE ആണ്. അപ്പോൾ ഈ അസുഖത്തിൻ്റെ ഇതെന്ന് വെച്ചാൽ ശരീരത്തിൽ അപ്പോഴും ക്ഷീണം, വേദന, പ്രയാസം ഇങ്ങനെയൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ അസുഖം. അപ്പോൾ ഞാൻ ഇവിടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയത്ത് എനിക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ട് ഒരു പ്രാവശ്യം ഇവിടെ കടന്നു വരാൻ കഴിഞ്ഞില്ല. പിറ്റേ ആഴ്ച ഞാൻ കടന്നു വന്നു. പക്ഷെ കടന്നു വന്നെങ്കിലും ഞാൻ വളരെയധികം ശാരീരികമായിട്ടുള്ള ക്ഷീണത്താലും പ്രയാസത്തിലൊക്കെ ആയിട്ടാണ് ഇവിടെ കടന്നു വന്നത്. അപ്പോൾ ഇങ്ങനെ കടന്നു വന്ന ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പാസ്റ്ററിൻ്റെ അടുക്ക പോയി പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരികെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. എനിക്ക് നല്ല സൗഖ്യം ലഭിക്കുവാൻ ഇടയായി തീർന്നു. ആ വേദനയൊക്കെ പൂർണ്ണമായിട്ട് മാറി. എനിക്ക് ഇരിക്കാനും നിൽക്കുവാനും ഒക്കെ ദൈവം എനിക്കാണെങ്കിൽ ബലം തരുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഈ അസുഖത്തിൻ്റെ ഇതെന്ന് വെച്ചാൽ ശരീരത്തിൽ അപ്പോഴും ക്ഷീണം, വേദന, പ്രയാസം ഇങ്ങനെയൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ അസുഖം. അപ്പോൾ ഞാൻ അതിന് മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ കുഴപ്പമൊന്നുമില്ലാതെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ പെട്ടെന്നാണ് ഇങ്ങനെ വേദന വരുവാനും അതുമല്ല ബ്ലഡിൻ്റെ എല്ലാം പോസിറ്റീവായിട്ട് തീരുവാനും ഇടയായി തീർന്നു. ആ സമയത്താണ് ഞാൻ ഇവിടേക്ക് വേദനയായിട്ട് ഇവിടേക്ക് കടന്നു വന്നതും. നിൽക്കാൻ പറ്റൂല, ഇരിക്കാൻ പറ്റൂല, കിടക്കാനും പറ്റൂല. വളരെയധികം ഒരു വല്ലാത്തൊരു പ്രയാസത്തിലായിരുന്നു ഞാൻ ഇവിടെ കടന്നു വന്നതും ഭവനത്തിലൊക്കെ ആയിരുന്നു. ഏകദേശം ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ആ വേദന ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ അവർ ഡോക്ടറിനെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് ചിലപ്പോൾ ഗുളിക കഴിക്കുന്നതുകൊണ്ടുള്ള ചിലപ്പോൾ എല്ലിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. അവർ സ്കാൻ ചെയ്യാനാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാൻ ഇതുവരെ സ്കാൻ ചെയ്തില്ല. അതിനു മുന്നേ എനിക്ക് ആ വേദന വിട്ടുപോകാനായിട്ട് ഇടയായി തീർന്നു. സൗഖ്യം തന്ന ദൈവത്തിന് എത്ര നന്ദി കരയറ്റിയാലും മതി വരില്ല. പ്രാർത്ഥിച്ച ദൈവദാസനും മാത്രമല്ല സൗഖ്യം തന്ന ദൈവത്തിനും ഞാൻ എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു.